ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ ശാർക്കര പോയത്. ഞങ്ങൾ ചിറങ്കി പോയപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് കയറിയതാണ്. ഞങ്ങൾ ഉത്സവത്തിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഉച്ച സമയത്താണ് ഞങ്ങൾ പോയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാനും അച്ഛനും അമ്മയും ചേട്ടനും കൂടിയാണ് പോയത്. ആദ്യം തന്നെ ഞങ്ങളെ കണ്ണിൽപ്പെട്ടത് ചെടിയുടെ സെക്ഷനാണ്. അപ്പോൾ അച്ഛനൊരു മാവ് വാങ്ങണമെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ പിറകെയും പോയി. അച്ഛനൊരു മാവ് വാങ്ങിട്ടോ. വർഷാവർഷം കായ്ക്കുമെന്നാണ് അവർ പറയുന്നത്. കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പിന്നെ എനിക്ക് ചെടി കാണാൻ ഇഷ്ടമാണെങ്കിലും പരിപാലിക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങാൻ പോയില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ റോസ്മേരി വെട്ടായിരുന്നു. അങ്ങനെ ഞാൻ റോസ്മേരി വാങ്ങട്ടെ എന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 4 മണി ചെടിയൊക്കെ എന്തിനാണ് വാങ്ങി വെക്കുന്നതെന്ന്. പിന്നെ നോക്കിയപ്പോൾ റോസ നിൽക്കുന്ന കണ്ടു. കാണാൻ ഭംഗിയുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പൂക്കുമെന്നാണ്. പക്ഷേ ഞങ്ങൾ മുന്നേ വാങ്ങിച്ചതൊന്നും കുറച്ച് നാൾ നന്നായിട്ട് പൂത്തു. പിന്നെ അതെന്ത് ചെയ്തിട്ടും പൂത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നിന്ന് ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നോക്കി. എന്നിട്ട് പിന്നെ നമ്മൾ പയ്യെ അടുത്ത സെക്ഷനിലോട്ട് നടന്നു. അടുത്തത് അമ്മയുടെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയത്. അമ്മയ്ക്ക് കറങ്ങി നടക്കാൻ താല്പര്യമില്ലയെന്ന് പറഞ്ഞെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കണ്ണോട്ടിക്കാതെ വിടാൻ വയ്യ. എല്ലാം എടുത്തിട്ട് അമ്മ പറയുന്നതെന്ന് വെച്ചാൽ നല്ല വിലയെന്നാണ്. പിന്നെ എന്തായാലും പറമ്പിൽ വിലയില്ലാതിരിക്കും, ഉത്സവമല്ലേ, അവരുടെ ഡബിൾ എടുക്കൂല. ഇത്തിരി നടന്നപ്പോൾ തന്നെ ചൂടെടുത്ത് പ്രാന്തായിപ്പോയി. അങ്ങനെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം കുലുക്കി ചേട്ടന്മാർ ചെടിച്ചിരിക്കണുണ്ട്. അങ്ങനെ നേരെ ചെന്ന് 2 ഗുവയും 2 ലിച്ചിയും പറഞ്ഞു. ആകെ അവിടെ അതേ കൊള്ളാവണമെന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ ചേട്ടന് വയ്യാത്തത് കൊണ്ട് ഒന്നിൽ തണുപ്പിടണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു മുളക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അഹങ്കാരത്തിൽ ഞാനും പറഞ്ഞു എനിക്കും കൂടി ഇട്ടോന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കുള്ളതിലും അച്ഛനുള്ളതിലും മുളക് ഇട്ട് തന്നായിരുന്നു അവർ. എന്നിട്ട് ആ ചേട്ടൻ കുലുക്ക് തുടങ്ങി. വലിയ കുലുക്കലൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊക്കെ കുലുക്കുന്നുണ്ട്. അങ്ങനെ കുലുക്കി ആദ്യം തണുപ്പില്ലാത്തത് ചേട്ടന് കൊടുത്ത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അടുത്തത് കുലുക്കുന്നു, അടുത്തത് കുലുക്കി അടുത്തത് എനിക്കാണ് തന്നത്. ഞാൻ കുടിച്ചപ്പോൾ നല്ല എരി, നല്ല ആവശ്യമുണ്ടായിരുന്നു മുളകിടാനായിട്ട്. പിന്നെ അച്ഛന് കൊടുത്തു. അച്ഛന് ഇഷ്ടപ്പെട്ടത് ലിച്ചിയായിരുന്നു. അച്ഛന് വലിയ എരിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അച്ഛൻ അത് മൊത്തം കുടിച്ച്. അവസാനം എൻ്റെതും കൂടെ ഞാൻ അച്ഛനെ കൊടുക്കുകയാണ് ചെയ്തത്. അച്ഛൻ അത് സന്തോഷത്തോടെ കുടിച്ചു. ദാഹമൊക്കെ മാറി. ഇനി എൻ്റെ സെക്ഷൻ, എൻ്റെ കറക്കമാണ്. ഞാൻ കറക്കാൻ കയറുന്നത് ഇങ്ങനത്തെ കടയിലേ ഞാൻ കയറുള്ളൂ. എല്ലാം നോക്കുമെങ്കിൽ ഒന്നും മേടിക്കില്ല. പക്ഷേ എനിക്ക് അവിടുത്തെ വള കളക്ഷൻ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ വള വാങ്ങിച്ചായിരുന്നു. പിന്നെ ചെരുപ്പ് സെക്ഷനിൽ പോയപ്പോൾ വാരി വലിച്ച് കാട് പോലെ ഇട്ടേക്കുന്നു. ആദായ വിൽപ്പനയെന്ന്. പക്ഷേ അത്ര ആദായം ഇല്ലായിരുന്നു, എനിക്കുള്ളതൊന്നും ഇല്ലായിരുന്നു. അടുത്തത് പലഹാരക്കടയിലോട്ടാണ് കയറിയിരിക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് നിറയെ സാധനങ്ങൾ പൊരിയുണ്ടയൊക്കെ തൂക്കി വാരി ഇട്ടേക്കുന്നു. എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. എന്തോ മേടിക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കെട്ടിയവനും കൺഫ്യൂഷൻ, എന്ത് വാങ്ങിച്ച് കൊടുക്കണം, എന്തോന്ന് വേണം. അപ്പോൾ എനിക്കൊന്നും വേണ്ട, എല്ലാം കണ്ട് നിറഞ്ഞിരിക്കുന്നു. അവസാനം എനിക്ക് അലുവ ഇഷ്ടമാണല്ലോ എന്ന് ഓർത്ത് അലുവ വാങ്ങിത്തരട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അലുവയെങ്കിൽ അലുവ എന്നും പറഞ്ഞാൽ അലുവ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കെട്ടിയവൻ തന്നെ കാണിച്ചു തന്നതോ അവിടെ കൊലുസിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഇതിനോടൊക്കെയുള്ള ക്രേസ് പുള്ളിക്ക് അറിയാം. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ര മോഡൽസൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ എന്തോ വെള്ളി ഇടാനൊരു കൊതി തോന്നി. അങ്ങനെ വെള്ളി നോക്കിയപ്പോൾ അതെല്ലാം ഹെവി. അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ഇതൊന്നും ഇട്ടുകൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെയും വാങ്ങിക്കാൻ തോന്നി. എന്തോ ഒരു താല്പര്യക്കുറവായിരുന്നു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചിറങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ ഇതോ റൈഡുകളൊക്കെ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉത്സവം കഴിഞ്ഞപ്പോഴേ പോകുന്നതാണ്. പക്ഷേ എല്ലാം നൈറ്റ് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞ് അത് നോക്കിക്കൊള്ളുന്ന സമയത്ത് നെറ്റ കെട്ടിയും കാർ എടുക്കാൻ പോയി. അങ്ങനെ പിന്നെ ശരി, ഇനി ഒരിക്കൽ കൂടെ വരാമെന്നും പറഞ്ഞ് ടാറ്റയും കൊടുത്ത് ഞാനങ്ങ്